കുത്തിക്കൊലപാതകത്തിൻ്റെയൊക്കെ വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത്. ഇന്ന് വൈകിട്ടാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തെത്തിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കെട്ട് നിറച്ചാണ് മോഹൻലാൽ മല കയറിയത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായി മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ, മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ ഉഷപൂജ നടത്തിയതിൻ്റെ റെസീപ്റ്റാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. മറുഭാഗത്ത് മോഹൻലാൽ ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. ദർശനം നടത്തുന്ന ദൃശ്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മമ്മൂട്ടിക്ക് വേണ്ടിയാണ് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മോഹൻലാൽ ഉഷപൂജ നടത്തിയത്. നമുക്കിപ്പം PR പ്രവീണുണ്ട്. നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, മമ്മൂട്ടിക്ക് വേണ്ടി ഉഷപൂജ നടത്താൻ വേണ്ടിയാണ് മോഹൻലാൽ മല ചവിട്ടി വന്നത് അല്ലേ? അതെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് സന്നിധാനത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി പമ്പയിൽ എത്തിയത്. അവിടെ പമ്പ ഗണപതി കോവിൽ ക്ഷേത്രത്തിൽ കെട്ട് നിറച്ച ശേഷം അദ്ദേഹം മല ചവിട്ടിക്കയറി. അതിനുശേഷം 18-ാം പടി ചവിട്ടിക്കയറി സന്നിധാനത്തേക്ക് എത്തി അദ്ദേഹം അയ്യപ്പ ദർശനം നടത്തി. പിന്നീട് മേൽശാന്തിയെയും തന്ത്രിയെയും മോഹൻലാൽ കണ്ടു, അവരുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ മല ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രതികരണത്തിന് മോഹൻലാൽ തയ്യാറായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, മമ്മൂട്ടിയുടെ പേരിൽ അദ്ദേഹം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു വഴിപാട് നടത്തി എന്നുള്ളതാണ്. അത് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇബ്രാഹിം കുട്ടി എന്നാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരിൽ തന്നെ ഒരു ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ തന്നെ മോഹൻലാൽ അയ്യപ്പ ദർശനം നടത്തിയപ്പോൾ നമുക്കറിയാം മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രം എമ്പുരാൻ അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സ്വാഭാവികമായും ആ സിനിമയുടെ റിലീസിങ്ങിന് മുമ്പുള്ള അയ്യപ്പ ദർശനം എന്നാണ് നാം ഏവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മോഹൻലാലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് ആരോഗ്യായുസ് നേർന്നുകൊണ്ട് അദ്ദേഹം ഉഷപൂജയ്ക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശബരിമല ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. സിനിമാ മേഖലയിൽ ഈ രണ്ട് മഹാനടന്മാർ തമ്മിലുള്ള സൗഹൃദം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ സ്നേഹവും സ്നേഹബന്ധങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോഹൻലാൽ ഇന്ന് ഇരുമുടിക്കെട്ടേന്തി ശബരിമല ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നു. പ്രവീൺ പുരുഷോത്തമൻ, അങ്ങനെ തന്റെ പ്രിയ സുഹൃത്ത് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ ഉഷപൂജ നടത്തിയാണ് മടങ്ങിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നത്. കൊലപാതകങ്ങളുടെ, ലഹരിവേട്ടയുടെ ഒക്കെ വാർത്തയുടെ കാലത്ത്, മനം മടുപ്പിക്കുന്ന കാലത്ത് ഈ വാർത്തയും ഒരു സുന്ദരമായ വാർത്തയും മാറുന്നു.